ഹായ് അമ്മ. ഹായ്, ഗുഡ് മോർണിംഗ്. ഓരോ ഗുഡ് മോർണിംഗുകളും ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ ഗുഡ് ആഫ്റ്റർനൂൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എത്ര എർലി മോർണിംഗ് നമ്മുടെ വീഡിയോ പിടിച്ചാലും വേർത്തൊലിച്ച് വയ്യാണ്ടാവും. എന്നാലും മക്കൾ എന്തായാലും കഴിക്കണമല്ലോ, കുടുംബക്കാരെന്തായാലും കഴിക്കണമല്ലോ എന്നിട്ട് എല്ലാ വീട്ടമ്മമാരും ഒരു സിമ്പിൾ മസാല ദോശ, അതായത് ഉഴുന്ന് അരി ഇതൊന്നും അരച്ചിട്ടല്ല കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഒരു മസാല ദോശ തിന്നണമെന്ന് തോന്നുകയാണെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാനിത് കാണിക്കാന്ന് വിചാരിച്ച്. ഇത് ഫില്ലിംഗ് ഒക്കെ പിന്നെ അതന്നെയാണ്. സബോള, പച്ചമുളക്, ഇഞ്ചിയൊക്കെ വഴറ്റി കുറച്ച് കടുകും ഉഴുന്നുപരിപ്പും ഒക്കെ സബോളയൊക്കെ വഴറ്റിയിട്ട് ഉരുളക്കിഴങ്ങ് വേവിച്ച് പൊടിച്ചിടുക. അതെല്ലാവർക്കും അറിയാം. അപ്പോൾ ഫില്ലിങ്ങിന്റെ കാര്യം അങ്ങനെയാണ്. പിന്നെ ഇത് എങ്ങനെയെന്ന് പറഞ്ഞ മാവ് എങ്ങനെ പറയൂ എന്താ അറിയോ, ഇത് റവ, ഇതിലൊരു ഗ്ലാസ് റവ. അതന്നെയല്ലേ അമ്മ എന്ന് കൊടുക്കുന്ന ഗ്ലാസ്? അത് എന്റെ അളവ് ഗ്ലാസ് തന്നെ, അതുകൊണ്ടാണ്. അപ്പൊ ഒരു ഗ്ലാസ് റവ, പിന്നെ ഒരു 1/4 ഗ്ലാസ് തൈര്, അധികം പുളിയില്ലാത്ത തൈര്, മനസ്സിലായോ? പിന്നെ 1 സ്പൂൺ അരിപ്പൊടി, ഉപ്പ്, പിന്നെ ഒരു നുള്ള് സോഡാപ്പൊടി ഇട്ടിട്ടുണ്ട്, ഒരു നുള്ള്. ഒരു 1/2 സ്പൂണ് പഞ്ചസാര. അതെന്തിനായിരുന്നു ഈ സോഡാപ്പൊടി? അത് അപ്പളക്കപ്പളെ ഉണ്ടാക്കുന്നതല്ലേ, പുളിക്കാനൊന്നും വെക്കാണ്ട്. അപ്പൊ 1 ഗ്ലാസ് റവ, 1/4 ഗ്ലാസ് തൈര്, 1 സ്പൂൺ അരിപ്പൊടി, ഒരു നുള്ള് അങ്ങനെ ബേക്കിംഗ് സോഡ, പിന്നെ ഉപ്പ്, ഒരു 1/2 സ്പൂണ് പഞ്ചസാര. ഇത്രയും കൂട്ടി അരച്ച് നമ്മളൊരു 10-15 മിനിറ്റോ വെച്ചാൽ മതി. അപ്പളക്കപ്പളെ വേണമെങ്കിൽ ഉണ്ടാക്കാം, കുഴപ്പമില്ല. എന്താ പറയുക, തൈരൊക്കെ ഉള്ളത് കാരണം അത് നമ്മുടെ ശബ്ദത്തിന്റെ എക്കോ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. എക്കോ അതെങ്ങനെ അറിയോ, നമ്മൾ ഈ ഒരുപാട് ഹിൽ സ്റ്റേഷനിൽ പോയിട്ട് ഒരു കൂക്ക് 4 ഒച്ച അങ്ങോട്ട് തിരിച്ചു വരില്ല, അതുപോലെ ആയിരുന്നു. അതിന്റെ ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ കല്ല് ചൂടാക്കി, സ്റ്റൗ കത്തിച്ചു, കല്ല് ചൂടാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇത് ഇങ്ങനെ ഒരു നമ്മള് നീര് ദോശക്കൊക്കെ കലക്കില്ല, ആ പാകത്തിൽ ഇങ്ങനെ. അങ്ങോട്ട് ദോശമാവ് ഇഡ്ഡലി മാവിന്റെ അഴിവില്ലല്ല, കുറച്ച് വെള്ളം പോലെ. എന്നിട്ട് ഇത് അപ്പൊ എളുപ്പത്തിന് നമുക്ക് ഒരു മസാല ദോശ തിന്നണം. ഇങ്ങനെ മസാല ദോശ ദിവസം വെള്ളം കുതിർത്ത് അരച്ചു വെച്ച് ഒക്കെ ഉണ്ടാക്കണ്ടേ. അപ്പൊ നമുക്ക് ഒരു ദിവസം കഴിഞ്ഞിട്ടല്ലേ അത് ഉണ്ടാക്കാൻ പറ്റൂ. ഇന്നൊക്കെ ഇന്നെ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അല്ല, ഇപ്പൊ മാവ് റെഡിമെയ്ഡൊക്കെ കിട്ടും, എന്നാലും നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയാലും മസാല ദോശയാണ്. ഈ മസാല ദോശ ചെറിയൊരു പുളി വരണ്ടേ അമ്മ? അതിനല്ലേ ഈ തൈര്. അത് ഞാൻ ചോദിച്ചു. അതിന് ഇത് തൈരൊക്കെ ഇട്ട് നമ്മുടെ അഡ്ജസ്റ്റ്മെന്റ് മസാല ദോശയാണ്. ഒഴിച്ചിട്ട് ഇങ്ങനെ ചുറ്റിച്ചു കൊടുത്താൽ മതി. അത് നിങ്ങൾക്ക് കനം കുറച്ചിട്ടോ കുറച്ച് കനത്തിനോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ ചുറ്റിച്ചിട്ടോ. അതെടുത്തിട്ട് ഈ മുറിയിൽ റൗണ്ട് ചുറ്റിയാലും പോരെ, അതങ്ങനെ ആയിക്കോളില്ലേ? അത് നെയ്യ് ചുറ്റിയാൽ മതി. എന്നിട്ട് നെയ്യ്, മസാല ദോശക്ക് എപ്പോഴും നെയ്യല്ലേ നല്ലത്. അത് നെയ്യ് തന്നെ വേണം, നെയ്യാണ്, എന്നാലാണ് മസാല ദോശക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ ഇന്നലെയൊക്കെ ബുദ്ധിമുട്ടി വെള്ളത്തിലൊക്കെ ഇട്ട് അരച്ച് പിടിച്ച് ഇന്നൊക്കെ റെഡിയാക്കി വെക്കുന്നതിന്റെ പകരം കുട്ടികൾ പറയാണ് അല്ലേ, നിന്നെ പോലെയുള്ള കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ. എന്നെ പോലുള്ള കുട്ടികളെന്ന് പറഞ്ഞാൽ അത് വികൃതി കുട്ടികളാണ്. അതല്ലേ ഞാൻ പറഞ്ഞു. പിന്നെ ഈ പൊടി ഞാൻ എന്നും പറയാറില്ലേ, നിലക്കടല, ഉണക്കമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, ഉപ്പ്, ഇത് ഡ്രൈ റോസ്റ്റ് ചെയ്ത്, എണ്ണയിലല്ല, വെറുതെ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ പൊടിച്ചു വെക്കുന്നതാണ് ഞാൻ ഈ ദോശയിലൊക്കെ ഇടാൻ വേണ്ടിട്ട്. അപ്പൊ അത് ഇതിന്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. അപ്പൊ ഒരുപാട് റിസ്ക് ഇല്ലാണ്ട് അന്നൊക്കെന്ന് അപ്പക്കപ്പ ഒരു മസാല ദോശ ഉണ്ടാക്കാന്നുള്ളത്. ഇതിന്റെ ഒരു ഫ്ലേവർ കൂടി ആവുമ്പോ ഇതിനൊരു ടേസ്റ്റ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ഒരെണ്ണം നമ്മൾ വ്യക്തമായിട്ട് കാണിച്ചു കൊടുക്കുക. അപ്പൊ ഇതിൽ ഇടയ്ക്ക് ഓരോരുത്തർ പറയുന്നുണ്ട്, ഈ എന്തെങ്കിലും ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോ അതിന്റെ ഇടയ്ക്ക് സംസാരിച്ചിട്ട് ഉണ്ടാക്കണേന്റെ ശ്രദ്ധ. ഇതിന്റെ എല്ലാം കഴിഞ്ഞു, ഇനിയിപ്പോ അത് ഫില്ലിങ് വെക്കലല്ലേ വേണ്ടു. അപ്പൊ അത് വേവട്ടെ. അപ്പൊ ഈ പണ്ട് കാലം തൊട്ടേ ഈ അമ്മമാരുടെ ഭയങ്കര വലിയൊരു പറ്റിക്കൽസ് ഉണ്ട്. എന്താണെന്നറിയാം നമുക്ക്? ശരിക്കും പറ്റിക്കൽസ്. ഒരാളിനെ പറ്റിച്ചുകൊണ്ടേണ്ട് കാലാകാലങ്ങളായിട്ട്, വേണമെങ്കിൽ യുഗങ്ങളായിട്ടെന്ന് പറയാം. അമ്മമാർക്ക് ഒരാളിനെ പറ്റിക്കാണ്ട് അവനവന്റെ മക്കളെ വളർത്താൻ മറ്റുള്ളവരെ പറ്റിക്കാന്ന് കേട്ടിട്ടുണ്ടല്ലോ. അത്രയും വലിയ ഗുരുതരമായ അപരാധം ഓരോ അമ്മമാരും ചെയ്തിട്ടുണ്ട്. ഓരോ അമ്മയല്ല, എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഭൂമിയിൽ ജനിച്ച ഒരുവിധ അമ്മമാർ ഈ അടുത്ത് കുറച്ച് കാലഘട്ടം വരെ ചിലപ്പോൾ ഇപ്പോഴും ഒരാളെ പറ്റിച്ചും കൊണ്ടേണ്ട്. സ്വന്തം മക്കളെ ഒന്ന് ഊറ്റാൻ വേണ്ടി, അവരൊന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ആ ചന്ദ്രമാമൻ എങ്ങനെ പറ്റിച്ചുകൊണ്ടുണ്ടാവും. ചന്ദ്രമാമനെ പറ്റിച്ചുകൊണ്ടുണ്ട്. അപ്പൊ ചന്ദ്രനെ അപ്പൊ എങ്ങനെ കുട്ടിക്ക് ഉരുള കൊടുക്കാൻ പറയും, നീ കഴിച്ചോ
അല്ലെങ്കിൽ അതാ അമ്പിളിമാമന് കൊടുക്കും. നീ കഴിച്ചോ അല്ലെങ്കിൽ അമ്പിളിമാമനെ കൊടുക്കും. അമ്പിളിമാമൻ എത്ര വട്ടം വായ പിടിച്ചിട്ടുണ്ടാവും? അല്ല അമ്മ ഒന്ന് ആലോചിച്ച് നോക്ക്, എത്രയോ യുഗങ്ങളായിട്ട്. ഇപ്പൊ നോക്ക്, രാമായണ യുഗം തൊട്ട് മഹാഭാരത യുഗം തൊട്ട് എവിടെ കണ്ടാലും ഈ ഊണ് കൊടുക്കുന്ന ഒരു സീന് കാണിക്കുമ്പോൾ അവിടെയുള്ള കഥാപാത്രങ്ങൾ പോലും ഭക്ഷണം കഴിച്ചോ അല്ലെങ്കിൽ അമ്പിളിമാമന് കൊടുക്കും പറയും. ഇത് വേറെ ഏതെങ്കിലും ഒരു അമ്മ അമ്പിളിമാമന് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ? എന്നാ ഈ അമ്പിളിമാമൻ കേക്ക്, ഈ അമ്പിളിമാമൻ ആകാശത്തിരുന്നിട്ട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് അമ്മമാരിൽ ഏതെങ്കിലും ഒരു അമ്മ എപ്പോഴെങ്കിലും എനിക്കൊരു ഉരുള അവിടെ വെച്ചിട്ടെങ്കിലും പോകുന്നു വിചാരിച്ചിട്ടുണ്ടാവില്ലേ? അമ്പിളിമാമനൊക്കെ വന്നോളും, ഏതെങ്കിലുമൊക്കെ രൂപം താഴ്ത്തി ചിലപ്പോൾ വന്നോളും. കാരണം ഇത്രയും സ്നേഹപൂർണ്ണമായിട്ട് അമ്മ ഇങ്ങനെ ഉരുട്ടി തൻ്റെ കുട്ടിക്ക് ഇങ്ങനെ കൊടുക്കുമ്പോൾ ആകാശത്ത് നിൽക്കുന്ന അമ്പിളിമാമനെ വെറുതെ കടുപ്പിക്കത, മോനെ ഇത് കഴിച്ചോട്ടോ, ഇല്ലെങ്കിൽ ഞാൻ എപ്പോൾ അമ്പിളിമാമനെ കൊടുക്കും. അങ്ങനെ ഒരു അമ്പിളിമാമൻ, ആ അമ്പിളിമാമന്റെ ഗതി ഒന്ന് ആലോചിച്ച് നോക്ക്. എപ്പോഴെങ്കിലും ഒരു അമ്മയുടെ അമ്മ ഈ അമ്പിളിമാമനൊക്കെ പലവട്ടം പല രൂപത്തിലും വന്നിട്ടുണ്ടാവും. അപ്പോൾ അമ്പിളിമാമൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവും, എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു അമ്മ, കോടാനുകോടി അമ്മമാരിൽ ഒരു അമ്മ, ഞാൻ കാരണം കൊണ്ടാണല്ലോ നിങ്ങളുടെ മക്കൾ ഭക്ഷണം കഴിക്കണത്. ഈ മക്കൾ എത്ര മണ്ടന്മാരാ നോക്ക്, അത്ര ബുദ്ധിയുള്ള കുട്ടികൾക്ക് ഇന്നത്തെ കുട്ടികൾക്ക് മൊബൈൽ കാണിക്കേണ്ടി വരും. അപ്പോൾ അന്നത്തെ കുട്ടികളെന്ന് പറഞ്ഞാൽ ഈ അമ്പിളിമാമൻ മീറ്റ കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട് വെസ്പിലേക്ക് ഒന്ന് വായ നോക്കും. കാരണം കുട്ടികൾക്കൊരു സ്വാർത്ഥതയുണ്ട്, എൻ്റെ ഭക്ഷണം എൻ്റെ അമ്മയുടെ ഭക്ഷണം അമ്പിളിമാമനും പോലും കൊണ്ടുപോകാൻ പാടില്ല എന്ന് മനസ്സിലായില്ലേ? അപ്പോൾ എത്ര വർഷങ്ങളായിട്ട് പറ്റിക്കപ്പെടുകയാണ് ഈ അമ്പിളിമാമൻ. ഒന്ന് ആലോചിച്ച് നോക്കുക. അമ്പിളിമാമനോട് അല്ല, ഈ അമ്പിളിമാമനോടൊരു സഹതാപം ഉണ്ടോ? അല്ല, ഞാനിങ്ങനെ ചിന്തിച്ചതാണ്, അമ്പിളിമാമൻ്റെ ഒരു ഫീലിംഗ് ഞാൻ മനസ്സിലാക്കിയതാണ്. ഇപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു പട്ടി ഉണ്ടെങ്കിൽ നീ കഴിച്ച കുട്ടി അല്ലെങ്കിൽ ഞാൻ പട്ടിക്ക് കൊടുക്കുമെന്ന് പറഞ്ഞാൽ പട്ടി ഒന്നുമില്ലെങ്കിൽ നിങ്ങളവിടെ കൊടുക്കാൻ സമ്മതിക്കില്ല, കുരച്ച് നിങ്ങളവിടെ നിന്ന് ഓടിക്കും. കാരണം അത് ഭക്ഷണമാണല്ലോ ഈ കാണിക്കണത്. അപ്പം അമ്മയുടെ ഉരുളാന്നൊക്കെ പറയുന്നത് ഒരു എന്താ പറയുക, അമൂല്യമായ ഒരു പ്രസാദം പോലെയാണ്. അപ്പം അമ്പിളിമാമന് തോന്നില്ലേ എനിക്കൊന്ന് കിട്ടണമെന്ന്? അപ്പോൾ ഏതെങ്കിലും അമ്മ അവസാനത്തെ ഒരു വറ്റേങ്ങനെ എടുത്തിട്ട് അവിടെ എവിടെയെങ്കിലും ഇങ്ങനെ വെച്ചിട്ട്, അമ്പിളിമാമ കുറേ ആയി നിന്നെ കളിപ്പിക്കണം, എൻ്റെ കുട്ടിയെ ഭക്ഷണം കഴിച്ചു, എന്നാ ഒരു ഉരുള നീ കഴിച്ചു പോകുന്നൊരു പേരിനെങ്കിലും വെച്ചിട്ട് പോയിട്ടോ. അമ്മ ഒന്ന് കേൾക്കൂ, നോക്കൂ, ഇത്ര കാലം നിങ്ങൾ പറ്റിച്ചല്ലോ, അതിൻ്റെ പകരം മരിച്ചു പോയവർക്ക് ഉണ്ട വെക്കാറുണ്ടല്ലോ. അവർ നേരിട്ട് വന്നിട്ട് ചോദിച്ചിട്ടാണ് ഒരു ഉണ്ട എനിക്ക് തരൂ പറഞ്ഞിട്ട് നിങ്ങൾ ആ കർമ്മങ്ങളൊക്കെ ചെയ്യാറുണ്ടല്ലോ. ഇപ്പോൾ ഒരാൾ മരിച്ചുപോയി, അവർക്കൊരു ഉണ്ട ഇങ്ങനെ കുഴച്ച് വെച്ചിട്ട് പറയുമല്ലോ, ഇത് നിങ്ങൾ കഴിച്ചോളൂ കേട്ടോ, നിങ്ങൾക്കാണ് വന്നിട്ട്, അല്ലെങ്കിൽ കാക്ക വന്ന് കൊത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഫീൽ ആവില്ലേ? എന്തുകൊണ്ട് ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഈ അമ്പിളിമാമനെ ഒരു ഉണ്ട അവിടെ വെച്ചിട്ട് അമ്പിളിമാമ അതൊന്നും എടുത്തോന്ന് എന്തുകൊണ്ട് പറയുന്നില്ല? അപ്പം നിങ്ങളുടെ കാര്യം നടന്നു. അവനവൻ്റെ കൊച്ചു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അകലെയല്ല അമ്പിളിമാമനെ പറ്റിക്കുക. അപ്പം എല്ലാ അമ്മമാരും അമ്പിളിമാമനെ പറ്റിച്ചിട്ടുണ്ടോ? ഇതിന് ഞാൻ പറയാൻ മറുപടി, ഈ അമ്മമാരെന്ന് പറയണത് ആർക്ക് എന്ത് ചെയ്താലും സ്വന്തം മക്കൾക്ക് മാത്രം ദ്രോഹം ചെയ്യേയില്ല. അത് അമ്മയുടെ ഒരു പ്രത്യേകതയാണ്. എന്താ അമ്മയുടെ പ്രത്യേകത എന്നറിയോ? അമ്മയുടെ ഈ കഴുത്തിലിട്ടുള്ള മാല അമ്മയ്ക്ക് ഭയങ്കര പ്രിയപ്പെട്ടതാണല്ലോ, അത് എവിടുന്നോ മേടിച്ചതാണല്ലോ. എന്നാലും കൂടി അമ്മയ്ക്ക് പ്രിയപ്പെട്ടതാണോ? അതന്നെ ഇത്ര പ്രിയപ്പെട്ടതാവുമ്പോൾ അമ്മയുടെ വയറ്റിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന അമ്മയുടെ ജീവൻ്റെ ഭാഗമായ അമ്മയുടെ മാംസത്തിൻ്റെ അംശമായ ഈ ഒരു സംഭവം ഈ ഒരു കുഞ്ഞിന് നിങ്ങൾ എങ്ങനെ വിട്ടുകൊടുക്കും? ആലോചിച്ച് നോക്ക്, വിട്ടുകൊടുക്കാൻ പറ്റുമോ? നമ്മുടെ ഒരു ചെറിയ ആഭരണം പോലും മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കാൻ കഴിയാത്തവർ എങ്ങനെയാണ് സ്വന്തം കുഞ്ഞിനെ മറ്റുള്ളവർക്ക് വേണ്ടി വിട്ടുകൊടുക്കുക? അപ്പോൾ സ്വന്തം കുഞ്ഞ് ജയിക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും, അല്ലേ, ആരെ വേണമെങ്കിലും പറ്റിക്കുന്ന പറയും പോലെ അമ്പിളിമാമനെ കുറിപ്പിച്ച് പറ്റിച്ചു. കണ്ടില്ലേ, ഇപ്പൊ ഉള്ളിലരക്കാത്ത മസാല ദോശ അരിയൊന്നും ഇല്ലെങ്കിലോ മസാല ദോശ ഉണ്ടാക്കാം. പക്ഷെ പരത്തുമ്പോ അത്ര സുഖമായിട്ട് ഇത് കിട്ടില്ല. അപ്പൊ ഇങ്ങനെ വെള്ളം പോലെ ആക്കിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി. അപ്പൊ ഈ മസാല ദോശക്ക് ഒരു കടല, ഉണക്കമുളക്, നാളികേരം, കറിവേപ്പില ഒക്കെ ഇട്ടിട്ടുള്ള ഒരു ചട്നി, പിന്നെ തക്കാളി ചട്നി, ഇത് രണ്ടും ഉണ്ട്. അപ്പൊ ടിഫിൻ കഴിക്കാൻ വരികയാണെങ്കിൽ ഇന്ന് അവർക്ക് ഇത് കൊടുക്കാം. ഇഷ്ടം പോലെ അടിപൊളി ടിഫിനാണ്. ഇതിപ്പോ ആര് വന്നാലും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റി. തീർച്ചയായിട്ടും മാവരക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇന്ന് പറഞ്ഞു വന്നത് അമ്മമാരുടെ വാത്സല്യമാണ് കേട്ടോ. ഈ പറ്റിക്കും എന്ന് പറയണത് തൻ്റെ കുട്ടി ഭക്ഷണം കഴിക്കുമ്പോൾ മണിക്കൂറുകളോളം മുറ്റത്ത് ഇങ്ങനെ നടന്ന് ഇന്നാ മോനെ കഴിക്കുക വന്നിട്ട് ആ കുട്ടീനെ കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യും അമ്മമാരല്ലേ. അപ്പോൾ ഈ അമ്മമാരുടെ ചെറിയൊരു കഥ പറയട്ടെ. പണ്ടൊരു കാലത്ത് ഈ ലോകമൊക്കെ സൃഷ്ടിച്ചില്ലേ ദൈവം, അന്ന് ഈ ബ്രഹ്മാവാണല്ലോ സൃഷ്ടികർത്തൻ. പരിപാലകനാരാണ്? മഹാവിഷ്ണു. അങ്ങനെ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ
ആ 3 പേരുണ്ട്, ജഗത് പരിപാലകനും എല്ലാവരും കൂടി ഇങ്ങനെ ആലോചിച്ചു, ഒരു സഭ ചേർന്നു. നമ്മളാണ് ഈ ഭൂമിയെ സൃഷ്ടിച്ചത്. അന്നൊരു കാലട്ടോ, ആ കാലം എന്നൊക്കെ പറഞ്ഞാൽ രണ്ടാമത്തെ മസാല ചുറ്റുകൊണ്ടിരിക്കണം. അന്നത്തെ ഒരു കാലത്ത് ഇവരിങ്ങനെ ആലോചിച്ചു, എത്രയൊക്കെ നമ്മൾ ശ്രേഷ്ഠരാണെങ്കിലും എന്താണെന്നറിയില്ല, അമ്മയോളം ഭൂമിയിലെ മക്കൾ ആരെയും സ്നേഹിക്കുന്നില്ലല്ലോ. അപ്പോൾ നമ്മളൊക്കെ ഇത്രയൊക്കെ ശക്തിയുള്ളവരാണെങ്കിലും പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും ഈ ലോകം മുഴുവനും അമ്മ അമ്മ അമ്മ, അമ്മയുടെ ഒരു ഉരുള, അമ്മയുടെ സ്നേഹം, അമ്മയുടെ വാത്സല്യം, അമ്മയുടെ മുലപ്പാൽ, ഇതിനൊക്കെ ഏറ്റവും കൂടുതൽ വിലയുണ്ടായ ഒരു കാലഘട്ടമാണ് ഞാൻ പറയുന്നത് സത്യയുഗം. ദൈവം മനുഷ്യനെ പോലെ പ്രത്യക്ഷപ്പെടുന്ന യുഗം, മുനിവര്യന്മാരെ ദൈവത്തെ പോലെ കാണുന്ന ഒരു യുഗം ഉണ്ടായിരുന്നു. ആ യുഗത്തിൽ ദൈവം ആലോചിച്ചു, എന്തായിരിക്കും നമ്മൾ തന്നെ സൃഷ്ടിച്ച ഈ ഭൂമിയിൽ എന്താണ് ആ അമ്മയുടെ ഒരു മുലപ്പാലിന് ഇത്രയും ശക്തി? നമ്മൾ നൽകുന്ന അനുഗ്രഹത്തെക്കാളിലും കൂടുതൽ ശക്തി നമ്മുടെ മുലപ്പാലിനുണ്ടല്ലോ, അമ്മേനെ ഇത്രത്തോളം ബഹുമാനിക്കുന്നുണ്ടല്ലോ എന്നിട്ട് ദൈവങ്ങൾ എന്ത് ചെയ്തു, ഇതിന് പറ്റിയൊരു ആളെ കണ്ടുപിടിക്കണം ഭൂമിയിൽ. അപ്പോൾ അതിന് പറ്റിയൊരാളെ കണ്ടുപിടിക്കണം. ആരെ കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ മുനിവരിയായ അനുസൂയ പറഞ്ഞ മാതാവിനെ നോക്കി. അവരാണ് അതിന് ഏറ്റവും നല്ലത്. കാരണം പതിവ്രതയാണ്. അതിൻ്റെ ഒപ്പം തന്നെ മാതൃവാത്സല്യർക്ക് കുഞ്ഞുണ്ട് അവർക്ക്, അതിന് മുലപ്പാൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ വാത്സല്യത്തിൻ്റെ പാഠം പഠിക്കാൻ ദൈവങ്ങളും പോലും അവതാരമെടുത്തു. അവരെന്ത് ചെയ്തു, 3 മഹർഷികളുടെ വേഷം ധരിച്ച് അനുസൂയ മാതാവിൻ്റെ അടുത്ത് വന്നു. അവിടെ വന്നിട്ട് അവരോട് ചോദിച്ചു, അമ്മ ചിരിക്കുകയല്ലേ, ഇതൊക്കെ എവിടുന്നാണ് ഈ ചക്കര കിട്ടുന്നത്? അപ്പം അനുസൂയ മാതാവിൻ്റെ അടുത്ത് വന്നു, ഭിക്ഷ യാചിക്കുമല്ലോ. അപ്പോൾ അന്നത്തെ കാലത്ത് ഈ മഹർഷികൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിനെക്കാളിലും വലുതാണ്. അപ്പോൾ അവിടെ വന്ന് ഭിക്ഷ യാചിക്കുമ്പോൾ എന്താ നിങ്ങൾക്ക് വേണ്ടതെന്ന് പറയുമ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ചോദിക്കുന്നത് എന്താണോ അത് നൽകണമെന്ന് പറയുമ്പോൾ അവർ പറഞ്ഞു, ഇതൊരു ഋഷികളുടെ സ്ഥലമാണ്, ഞാൻ ഋഷിപത്നിയാണ്, അങ്ങനെ എല്ലാം നൽകാൻ പറ്റില്ല, ഇവിടെ ഉള്ളതല്ലേ എനിക്ക് നൽകാൻ പറ്റില്ല പറഞ്ഞു. അല്ല, നിങ്ങളടുത്ത് അമൂല്യമായിട്ടുള്ളൊരു വസ്തുവാണ് ഞാൻ ആവശ്യപ്പെടുന്നത്, അത് ഞങ്ങൾക്ക് നിങ്ങൾ തന്നേ പറ്റൂ പറഞ്ഞു. അപ്പോൾ അനുസൂയ മാതാവ് ശരി ചോദിച്ചോളൂ പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചത്, നിങ്ങൾക്ക് ഏറ്റവും അമൂല്യമായിട്ട് നിങ്ങളുടെ കുഞ്ഞിന് നിങ്ങൾ കൊടുക്കുന്ന മുലപ്പാലില്ലേ, അത് ഞങ്ങൾക്ക് നൽകണം പറഞ്ഞു. അപ്പോൾ പതിവ്രതയായ അനുസൂയ പറഞ്ഞു, എങ്ങനെ സാധിക്കും, കാരണം ഞാനൊരു പതിവ്രതയാണ്, നിങ്ങൾ ഇത്രയും വലിയ വ്യക്തികളാണ്, അതെങ്ങനെ തരാൻ പറ്റും പറയുമ്പോൾ. അപ്പോൾ അത് അനുസൂയയോട് പറഞ്ഞു, ഞങ്ങൾ മുനിവര്യന്മാരാണ്, ദൈവത്തിന് തുല്യമാണ്, അപ്പോൾ ഞങ്ങളിൽ ഈ കുട്ടിത്തം കാണാൻ ഞങ്ങളുടെ ഉള്ളിൽ, അപ്പോൾ ഞങ്ങൾ ചോദിക്കുന്നത് തരാണ്ട് പോയി കഴിഞ്ഞാൽ നിന്നെ ശപിക്കുന്നു പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പോൾ അനുസൂയ എന്ത് ചെയ്തു, ഇത് ശരിയാണോ, ന്യായമാണോ, ഒരമ്മയ്ക്ക് മക്കൾ കൈക്കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കുക, ഇത്രയും വലിയായ നിങ്ങൾക്ക് എങ്ങനെയാണ് മുലപ്പാൽ തരാൻ പറ്റുകയെന്ന് അനുസൂയ ചോദിച്ചു. അതൊന്നും ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾക്ക് തന്നേ പറ്റൂ പറഞ്ഞു. അപ്പോൾ അനുസൂയ എന്ന് പറയുന്നത് ആരാണ്, ശ്രേഷ്ഠമായ മുനിയാണ്, മുനിപത്നിയാണ്. അപ്പോൾ അനുസൂയക്ക് ദൈവങ്ങളുടെ ശക്തി ഉണ്ടല്ലോ. അപ്പോൾ അനുസൂയ എന്ത് ചെയ്തു, ഉൾക്കണ്ണിലൂടെ ഒന്ന് ധ്യാനിച്ചു, ഇതാരായിരിക്കുന്നു പറഞ്ഞിട്ട് ധ്യാനിച്ച് നോക്കുമ്പോൾ അത് ബ്രഹ്മനും വിഷ്ണുവും മഹേശ്വരനുമാണ്, ഈ പ്രപഞ്ചത്തിന് ത്രിമൂർത്തികൾ ഇവരാണെന്ന് മനസ്സിലായ അനുസൂയ എന്ത് ചെയ്തു, എന്നെ പരീക്ഷിക്കാൻ വേണ്ടി വന്നിറക്കുകയാണെന്ന് പറഞ്ഞിട്ട്, എന്നാൽ നിങ്ങൾ എൻ്റെ കുടിലിൻ്റെ ഉള്ളിലേക്ക് കയറി വരാൻ പറഞ്ഞു. അങ്ങനെ കുടിലിൻ്റെ ഉള്ളിലേക്ക് ബ്രഹ്മനും വിഷ്ണു മഹേശ്വരൻ കയറി പോകുമ്പോൾ അവർക്കുള്ള തപസ്സിൻ്റെ ശക്തി ഉണ്ടല്ലോ, അത് ദൈവശക്തിക്ക് തുല്യമാണ്. ആ തപസ്സിൻ്റെ ശക്തി കൊണ്ട് അവരെന്ത് ചെയ്തു, ഞാൻ മനസ്സറിഞ്ഞ് അവർക്ക് ഒരു മക്കളുടെ സ്ഥാനം കൂടി തന്നെ മുലപ്പാൽ കൊടുക്കണമെങ്കിൽ അവരെൻ്റെ കുഞ്ഞായി മാറണമെന്ന് പറഞ്ഞിട്ട് ഉള്ളിലേക്ക് കയറി വന്നതും അവൻ്റെ ശക്തിയും കൊണ്ട് ആ 3 പേര് 3 കുഞ്ഞുങ്ങളാക്കി മാറ്റി. മനസ്സിലായില്ലേ? 3 കുഞ്ഞുങ്ങളാക്കി മാറ്റി ആ 3 പേർക്കും അനുസൂയ മാതാവ് മുലപ്പാൽ കൊടുത്തു. മുലപ്പാൽ കൊടുത്ത് ഏതാണ്ട് നിമിഷങ്ങളോളം അവരെ പരിപാലിച്ചു, സ്വന്തം കുഞ്ഞിനെ പരിപാലിക്കും പോലെ. ഒരമ്മ മുലപ്പാൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ തൻ്റെ കുഞ്ഞിനാണെങ്കിലും അടുത്ത കുഞ്ഞിനാണ് ആ മുലപ്പാൽ കൊടുക്കുന്ന സമയത്ത് അമ്മയാണ് അവർ. ഇത് ഞാൻ പ്രസവിച്ച കുട്ടിയാണോ, അത് അടുത്ത വീട്ടിലെ കുട്ടിക്കൊരു പാലില്ലാത്തതുകൊണ്ട് ഞാൻ കൊടുക്കണമെന്നൊരു അമ്മ ചിന്തിക്കില്ല. ആ കൊടുക്കുന്ന സമയത്ത് ഒരു വാത്സല്യം ഉണ്ട് അമ്മയ്ക്ക്. ആ വാത്സല്യവും സ്നേഹവും ബ്രഹ്മനും വിഷ്ണുവിനും മഹേശ്വരനും കിട്ടാൻ ഇടവന്നു. അത് ഇടവന്നതിന് ശേഷം അവൻ്റെ പൂർണ്ണ രൂപത്തേക്ക് വീണ്ടും അവരെ കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്നപ്പോൾ ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനും എന്താ പറഞ്ഞതെന്നറിയോ, ഇതൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ് ഭൂമിയിൽ വന്നത്. പക്ഷെ അവർക്ക് മനസ്സിലായൊരു സത്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇത്രയും ലോകത്ത് അമൃതമുണ്ട് എന്ന് പറയും, അമൃതമുണ്ട്, പക്ഷെ ഭൂമിയിൽ ഏറ്റവും വലിയ അമൃതം എന്ന് പറയുന്നത് അമ്മയുടെ മുലപ്പാലാണ്, രക്തത്തിൽ കലർന്ന അമ്മയുടെ മുലപ്പാലാണ്. ഈ നിമിഷം നമ്മൾ അനുഭവിച്ചൊരു സുഖമുണ്ടല്ലോ, ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടില്ല. കാരണം ബ്രഹ്മനും വിഷ്ണു മഹേശ്വരനും ആദിയും അന്ത്യവും ഇല്ലാത്തവരാണ്. അവരാരുടെ ഗർഭപാത്രത്തിൽ നിന്ന് പ്രസവിച്ച് വന്നവരല്ല. അവർക്ക് മാതാവിൻ്റെ സ്നേഹം എന്താണെന്നറിയില്ല. അപ്പോൾ നമ്മൾ സൃഷ്ടിച്ച ഭൂമിയിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് മാതാവിൻ്റെ സ്നേഹമാണെന്ന് പറഞ്ഞിട്ട് ആ മാതാവിൻ്റെ കാൽക്കൽ വീണു. അപ്പോൾ എന്തായി, സാധാരണ സ്ത്രീയായ ഒരു ഋഷികന്യകയായ
ആ ഒരു സ്ത്രീ സൃഷ്ടികർത്തൻ്റെയും കൂടി അമ്മയായി മാറി. അപ്പോൾ ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ്റെ അമ്മയായി മാറാനുള്ള യോഗം ഒരു അനസൂയ മാതാവിനുണ്ടായി. അന്ന് തൊട്ട് അനസൂയ മാതാവ് ഈ ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ്റെ അമ്മയായി മാറി. എന്ന് വെച്ചാൽ നമ്മുടെ ഈ എല്ലാ ലോകവും സൃഷ്ടിച്ച ആ സർവശക്തൻ്റെ കൂടി അമ്മയായി മാറാൻ ഒരു സാധാരണ സ്ത്രീന് എങ്ങനെ കഴിഞ്ഞു? അവർ നൽകിയ മുറപ്പാലം കൊണ്ടും അവർ നൽകിയ വാത്സല്യം കൊണ്ടും. അതുകൊണ്ടാണ് എൻ്റെ അമ്മ ലോകത്ത് ഭർത്താവ് ഭാര്യയോടും ഭാര്യ ഭർത്താവോടും ഒക്കെ തെറ്റിപ്പിരിഞ്ഞ് അവസാനം ചെന്നെത്തുന്ന സ്ഥലമുണ്ട് കുടുംബ കോടതി. അവിടെ ഇതുവരെ ഭർത്താവിന് സ്നേഹമില്ല, ഭാര്യയ്ക്ക് സ്നേഹമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മയ്ക്ക് സ്നേഹമില്ല വന്നിട്ടൊരു പെറ്റീഷൻ അവിടെ ആയിട്ടുണ്ടോ? ഏതെങ്കിലും കോടതി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? അമ്മയ്ക്ക് എന്നെ സ്നേഹമില്ല, അമ്മയ്ക്ക് എന്നെ മനസ്സിലാക്കാൻ കഴിയില്ല വന്നിട്ട് ഏതെങ്കിലും കോടതിയിൽ ഏതെങ്കിലും മക്കൾ കേസ് കൊടുത്തിട്ടുണ്ടോ? അപ്പോൾ അന്ന് കാലത്ത് എന്താണ് ഈ ലോകം മുഴുവനും അമ്മേനെ ഇത്ര ബഹുമാനിക്കുന്നത്? ദൈവങ്ങൾക്കും കൂടി അമ്മയോട് അസൂയയായി. എന്താണ് ഈ മുലപ്പാലിൻ്റെ ശക്തി എന്നറിയാൻ ദൈവങ്ങൾക്കൊരു താല്പര്യമുണ്ടായി. കപട വേഷത്തിൽ വന്നാലും പരീക്ഷണത്തിന് വേണ്ടി വന്നാലും സന്യാസി വേഷത്തിൽ വന്ന ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരെ തിരിച്ചറിഞ്ഞ് അവരെ കൈക്കുഞ്ഞുങ്ങളായി മാറ്റി മുലപ്പാൽ കൊടുത്ത് വാത്സല്യം കൊടുത്ത ആ സാധാരണ സ്ത്രീയായ ഋഷി പത്നി പ്രപഞ്ചത്തിനെ സൃഷ്ടിച്ച ദൈവങ്ങളുടെയും കൂടി അമ്മയായി മാറി. അപ്പോൾ അമ്മയ്ക്ക് തുല്യം അമ്മ മാത്രം. അമ്മേനെ ദയവ് ചെയ്തിട്ട് ഒന്നിനോടും ഉപമിക്കരുത്. അമ്മ ഉപമിക്കാനുള്ളതല്ല. നിങ്ങളൊരു അമ്പലത്തിൽ പോണ സമയത്ത് അമ്പലത്തിൽ കയറി ചെന്നൊരു ഭക്തനോട് ചോദിക്കുകയാണ്, മഹാശ്രേഷ്ഠനായ ഒരു ഭക്തനാണെന്ന് വെച്ചാൽ ഒരു കോടാനുകോടി ആൾക്കാർ മുഴുവൻ ബഹുമാനിക്കുന്ന മഹത്തായ ഒരു വ്യക്തി, ദൈവതുല്യനായ ഒരു വ്യക്തി അമ്പലത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ വ്യക്തിയോട് ചോദിക്കുകയാണ്, നിങ്ങളാണോ വലുത് ദൈവമാണോ വലുത്? പറഞ്ഞാൽ ആ വ്യക്തി പറയും, ആ ഉള്ളിലുള്ള ദൈവം തന്നെയാണ് വലുതെന്ന്. അതുപോലെ തന്നെ മക്കളെ ആവട്ടെ ഭാര്യയാവട്ടെ ലോകത്ത് ഏത് ശക്തിനെ ആവട്ടെ അമ്മയ്ക്ക് തുല്യമാണോ എന്ന് ചോദിക്കരുത്. അമ്മയ്ക്ക് തുല്യം അമ്മ മാത്രമേ ഉള്ളൂ എന്ന് പറയാനും കൂടിയാണ് ഈ കഥ ഞാൻ പറഞ്ഞത്. കാരണം അമ്മയ്ക്ക് തുല്യം ഒരു ശക്തിയും ഇല്ല, ഇനിയൊരു ശക്തിയും ഉണ്ടാവില്ല. സ്നേഹിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം പോലെ ബന്ധങ്ങൾ നമുക്കുണ്ടാവും. സ്നേഹം കൊടുക്കാം, സ്നേഹം മേടിക്കാം, സ്നേഹത്തോടെ ജീവിക്കാം. പക്ഷേ ലോകത്ത് നിങ്ങളൊരു എക്സാമ്പിൾ കൊടുക്കുമ്പോൾ ആരാണ് വലുതെന്ന് എക്സാമ്പിൾ കൊടുക്കുമ്പോൾ മാറ്റിവെക്കേണ്ട ഒരു രത്നമാണ് അമ്മ, ഒരു സൗഭാഗ്യമാണ് അമ്മ. അമ്മയ്ക്ക് തുല്യം ലോകത്ത് അമ്മ മാത്രമല്ല, സൂര്യചന്ദ്രന്മാരും കൂടിയില്ല. കാരണം നമ്മൾ ജനിച്ചാൽ മാത്രമേ അവനൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. സൂര്യനെ, ചന്ദ്രനെ, പ്രകൃതിയെ, ഇതൊക്കെ ഈ പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും വലുതാണ്. കാരണം മനുഷ്യനെക്കാളിലും വലുതല്ലേ സൂര്യനും ചന്ദ്രനും പ്രകൃതിയും എല്ലാം. അപ്പോൾ ഈ പ്രകൃതി, ഈ സൗന്ദര്യം, ഇത് മുഴുവനും നമുക്ക് കാണിച്ചു തരാൻ ഇടയായത് അമ്മ എന്നൊരു ശക്തിയും കൊണ്ടാണ്. അപ്പോൾ ഈ ഒരു മഹത്തായ ശക്തിനെയാണോ നിങ്ങൾ ഏതാണ് വലുതെന്ന് ചോദിക്കണത്? യഥാർത്ഥത്തിൽ നിങ്ങൾ തന്നെ മനസ്സിലാക്കൂ ആരാണ് ഭൂമിയിൽ ഏറ്റവും വലുതെന്ന്. അമ്മ എവിടെ പോയി? ഹലോ. അയ്യോ, അപ്പോൾ അമ്മ രണ്ട് വാക്ക് പറഞ്ഞ്. അപ്പോൾ ഇതിൻ്റെ കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഈ മസാല ദോശ എന്ന് പറയുന്നത് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഈ മസാല ദോശ എന്ന് പറയുന്നത് നിങ്ങൾ ഇന്നലെ എന്തും ബുദ്ധിമുട്ട് അരച്ചും പിടിച്ചും ആ പുളി വരെ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് രാവിലെ അടിച്ച് ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുട്ടികളൊക്കെ ആവട്ടെ, ഭർത്താവൊക്കെ ആവട്ടെ, വീട്ടിലുള്ള അമ്മയ്ക്കാവട്ടെ, ആർക്ക് വേണമെങ്കിലും ആയിക്കോട്ടെ. അരിയൊന്നും അരച്ചിട്ടില്ല. പെട്ടെന്ന് നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും വന്നു, എന്തായാലും അവിടെ ഒരു അരമണിക്കൂർ ഇരിക്കുമല്ലോ. ആ സമയത്ത് പെട്ടെന്ന് പോയിട്ട് നമ്മൾ അതും ഉണ്ടാക്കാൻ പറ്റും. എന്താ പറയുക, ഇപ്പൊ കുക്കറിൽ ഉരുളക്കിഴങ്ങൊക്കെ വേവിക്കാൻ പെട്ടെന്നാവുമല്ലോ. അവർക്കൊരു മസാല ദോശ ഉണ്ടാക്കി കൊടുത്താലോ എന്ന് പറഞ്ഞാൽ അരമണിക്കൂറിൽ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നമ്മുടെ മക്കള് അയ്യോ മസാല ദോശ എന്ന് പറയും, എന്തെങ്കിലും അരി അരയ്ക്കാനൊക്കെ വൈകി മറന്നു, അപ്പൊ ചപ്പാത്തി ഉണ്ടാക്കി ഉപ്മാവ് ഉണ്ടാക്കി പറയുമ്പോൾ അവർക്ക് അത്ര തൃപ്തി ഉണ്ടാവില്ല. മസാല ദോശ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഇഷ്ടമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഈ റവ എടുക്കുക, കുറച്ച് തൈര് വീട്ടിലെന്തായാലും ഉണ്ടാവുമല്ലോ, അപ്പൊ അത് ഒന്ന് മിക്സിയിൽ കലക്കുക. 5 മിനിറ്റ് വെച്ചാൽ മതി, 10 മിനിറ്റ് വെക്കേണ്ട ആവശ്യമില്ല. ഞാനൊരു 10 മിനിറ്റ് ചട്നിയൊക്കെ അരക്കുന്ന വരെ വെച്ചു എന്നുള്ളൂ. അപ്പൊ തന്നെ അത് ഉണ്ടാക്കി കൊടുക്കുക. അപ്പൊ മക്കൾക്കും ഹസ്ബൻഡിനും ഒക്കെ സന്തോഷമാവും. മസാല ദോശയോ ഇത്ര പെട്ടെന്നോ എന്തോന്നു. അപ്പൊ അങ്ങനെ സൂത്രത്തിൽ ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. മുരുമുരുന്നനെ കേട്ടോ, ക്രിസ്പി ആയിട്ട്. അത്യാവശ്യം നല്ല സാധനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് അമ്മ ധൈര്യമായിട്ട് വിളിക്കുക. വരൂ കേട്ടോ കഴിക്കാട്ടോ എന്ന് പറയാം. ആ കഴിക്കാട്ടോ എന്ന് വിളിക്കുന്ന ഒരു സംഭവമുണ്ട്. അമ്മ കഴിക്കുമ്പോൾ നിങ്ങളെയും കൂടി ഓർക്കുന്നുണ്ട് അല്ലമ്മ. ഇത് നിങ്ങളെയും കൂടി ഓർത്തിട്ട് കഴിക്കുകയാണെന്ന് പറയുന്നുണ്ട്. അമ്മ എന്നും കഴിക്കണേന് മുമ്പ് ഒന്ന് പ്രാർത്ഥിക്കുമല്ലോ, ഒന്ന് മനസ്സിലൊന്ന് അതും കിടക്കണേന് മുമ്പൊക്കെ ചെയ്യുമല്ലേ. പ്രത്യേകിച്ച് കഴിക്കുന്നതിന് മുമ്പ് വിളിക്കുന്ന സ്ഥിതിക്ക് നിങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ ഓർക്കുന്നതാണ് എൻ്റെ വിശ്വാസം. ഇല്ലേ? ഉണ്ട്. ആ തന്നെ. അപ്പൊ
മൊബൈൽ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇന്നത്തെ മസാല ദോശ എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. വീട്ടിലിരുന്നിട്ട് എന്നും ഈ ദോശയും ഇഡ്ഡലി ഉപ്മാവും വന്നിട്ട് കഴിക്കുന്ന ആൾക്കാർക്ക് ഈ ബുദ്ധിമുട്ടാണ്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു മസാല ദോശയാണിത് അല്ലേ. അപ്പോൾ ഭർത്താവിനും അമ്മയ്ക്കും അമ്മായിയമ്മയ്ക്കും മക്കൾക്കും ഒക്കെ ഇഷ്ടമാവും. ഫില്ലിംഗ് ഒന്നും വെക്കണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് നെയ് റോസ്റ്റ് പോലെ അതും ചെയ്യാം. കുറച്ചിട്ട് കുറച്ച് നെയ്യൊക്കെ ഇട്ട് ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ ഇത് നല്ല ടേസ്റ്റ് അല്ലേ. ഇത് മസാല ദോശയല്ലേ, എന്തായാലും ടേസ്റ്റ് ഉണ്ടാവും. അല്ല ഇനിയിപ്പോ ഫില്ലിംഗ് ഒക്കെ ഉണ്ടാക്കാത്ത താമസമാണെങ്കിൽ കൂടി ഇത് നല്ല ഇതുപോലെ കനം കുറച്ചുണ്ടാക്കി നെയ്യൊക്കെ ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് കൊടുത്താൽ മതി. അതും കുട്ടികൾ. അമ്മ വീഡിയോയുടെ ഇടയ്ക്ക് ഉറങ്ങിപ്പോയെന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്റെ വർത്താനം ബോറായിട്ട്. അല്ല വർത്താനം ബോറായിട്ടാണോ അമ്മ ഉറങ്ങിയത്? അല്ല, ഞാൻ ഇവന് എന്തൊക്കെയാ പറഞ്ഞു, ഇവര് ഇവിടെ ഇതൊക്കെ പഠിച്ചു. അങ്ങനെയാണോ? എനിക്ക് ഞാൻ അലോ അമ്മ എന്ന് വിളിച്ചത് എന്തിനറിയോ? അല്ല അമ്മ ഉറങ്ങിയല്ലോ. ഇത് കേൾക്കണ പ്രേക്ഷകന്റെ അവസ്ഥ എന്താണെന്ന്. പുരാണ കഥകളൊക്കെ പറയുന്നത് കേട്ടിട്ട് ഇതൊക്കെ നിനക്ക് അറിയുന്നതന്നെ എനിക്കറിയില്ല. അപ്പൊ ഇതൊക്കെ അങ്ങനെ ആലോചിച്ചിരുന്നു. അപ്പൊ എല്ലാരും വിളിക്കില്ലേ? അപ്പൊ എല്ലാവരും ഇന്ന് വരികയാണെങ്കിൽ ഞാൻ മസാല ദോശ ഉണ്ടാക്കി തരാം. ഈ അമ്മയുടെ ഇഷ്ടപ്പെട്ട മസാല ദോശയും ഉച്ചയ്ക്ക് ഞാൻ വിളിക്കുന്നില്ല. എന്തറിയോ, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കലാണ്. എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കും, കുറച്ച് മോര് കൂട്ടും, അങ്ങനെയൊക്കെയാണ് കേട്ടാ. അപ്പൊ അമ്മ ഇഷ്ടത്തോടെ ഉണ്ടാക്കിയ ഈ ഒരു മസാല ദോശയോടൊപ്പം അമ്മമാർക്ക് ഇഷ്ടാവുന്ന ഒരു കഥയോട് കൂടിയിട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നേക്കാളും മുമ്പ് അമ്മ 8 മണി ആവണുള്ളൂ, അപ്പോഴേക്ക് ഇത്രയും ചൂട്, ഭയങ്കര ചൂടാണ്. അമ്മ പതിവ് പോലെ ഉമ്മയൊക്കെ നൽകി എല്ലാരും വിളിക്കും, ഉറപ്പാണ്. ഇല്ലേ അമ്മ? വിളിക്കില്ലേ അമ്മ? പിന്നെന്താ, ഇടയ്ക്ക് മറന്നു പോകണ്ട അമ്മ വിളിക്കാൻ. ഇട്ട് കൊടുക്കരുത് മകനെ, അത് നല്ല സ്വഭാവമല്ല. അപ്പൊ